ജീവിതം ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഭവമായിരിക്കും. ദുഃഖങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടെങ്കിലും മാനസിക സന്തോഷം ഏത് കുട്ടികളിലും ഏത് വിദ്യാർത്ഥികളിലും വന്നുണ്ടാവും. കാരണം അത് അങ്ങനെയാണ്. അതായത് അത്രക്കും യുവത്വം നമ്മളെ മുന്നിലേക്ക് കുതിക്കുന്നു, വാർദ്ധക്യം പിന്നിലേക്ക് നോക്കുന്നു. അപ്പോൾ യുവത്വത്തിൽ അന്നത്തെ എന്തും സന്തോഷമായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് ഏറ്റവും വലിയ ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടമാണ്. അതായത് നമ്മളെ വലിയ ഒരു രക്ഷിതാക്കളൊക്കെ ജോലിക്ക് പോവുകയാണെങ്കിൽ അന്ന് 4 നാഴി നെല്ല്, അതായത് അത് കുത്തിയെടുത്താൽ 2 നാഴി ഉണ്ടാവും. അതുകൊണ്ട് 4 5 കുടുംബങ്ങളൊക്കെ ആളുണ്ടെങ്കിൽ ജീവിക്കണം. എല്ലാ വീട്ടിലും ഏതാണ്ടൊക്കെ അങ്ങനെയായിരുന്നു. വരുമാനങ്ങളായിട്ട് പൈസയൊന്നുമില്ല. അന്നൊരു മുക്കാലായിരുന്നു വില, വീര്യം. 1 മുക്കാല്, 2 മുക്കാല്, 4 മുക്കാല് കൂടി ഒരെണ്ണ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ, മദ്രസയിൽ പോകുമ്പോൾ അതൊക്കെ ഒരു പോക്കും ഒരു പഠനവും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ പോയി, സ്കൂളിൽ രക്ഷിതാക്കൾ 3, 4, 5, 6 ക്ലാസ് വരെ, 5ാം ക്ലാസ് വരെ ഞാൻ പോയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റമായിരുന്നു. തന്നെയുമല്ല, ആ കാലഘട്ടത്തിലാണ് എൻ്റെ വാപ്പ മരിക്കുന്നത്. മരിക്കുന്ന സമയത്ത് വാപ്പ അന്നത്തെ നമ്മുടെ ഈ ഗൾഫ് എന്ന് പറയുമ്പോൾ വയനാട്ടിലെ കൊടുകിൽ അങ്ങനെയൊക്കെ ജോലി ചെയ്ത് മരപ്പണി ചെയ്ത് ആൾക്കാർ രക്ഷിതാക്കളൊക്കെ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയായിട്ട് വന്ന് അതേമാതിരിയുള്ള കാലമാണ് ആ കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളാണ് അന്നത്തെ അനുഭവങ്ങളെ. കാരണം മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം. അങ്ങനെ പോകുമ്പോൾ അധ്യാപകർ, രക്ഷിതാക്കൾ എല്ലാവരും കൂടി സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് കളിച്ച് അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ കാപ്പ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏതാണ്ട് അന്ന് 5 വരെ സ്കൂളിലുള്ളൂ. കുറേ ആൾക്കാർ, കുറേ കുട്ടികൾ അന്ന് പഠിക്കണം, ഞങ്ങൾക്ക് കളിക്കണം എന്ന്. അവിടെ വെട്ടത്തൂരൊക്കെ നല്ല ഫുട്ബോൾ കളി നടക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങൾക്കും വേണം അതുപോലെ ഫുട്ബോൾ എന്ന് കരുതി ഞങ്ങൾ അന്നത്തെ കുഞ്ഞുമേരി മാഷ് വെട്ടത്തൂർക്കാരൻ അദ്ദേഹത്തോട് വിവരം പറഞ്ഞ് അതിലേറെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് കളിക്കാൻ ഇവിടെ കളിക്കളം, നമ്മളെ പീഡിയക്കാരെ അവിടെ പള്ളിയിൽ ഒരു കളിക്കളം ഒരുക്കി. ഞങ്ങളെ ഫുട്ബോൾ, ഞാനാണ് തൃശ്ശൂരിൽ പോയിട്ട് ഒരു പന്ത് വാങ്ങിക്കൊടുത്ത്, ഇവിടെ ഒന്നും അന്ന് പന്ത് കിട്ടുന്നില്ല. 2 ഉറുപ്പ്യ 3 ഉറുപ്പ്യക്ക് ഒരു പന്ത് അവിടെ തൃശ്ശൂരിൽ പോയില് അവിടുത്തെ ആ കട ഇന്നും മനസ്സിൽ ഓർമ്മ വരുന്നു. ആ പന്ത് വന്ന് അങ്ങനെ കുഞ്ഞേജി മാഷ ഗ്രൗണ്ടിൽ ഞങ്ങൾ കുട്ടികളെ കൂടി പന്തടിച്ച് അങ്ങനെ ആ പന്ത് ആരവം മുഴക്കി ഞങ്ങളൊക്കെ സ്വീകരിച്ചു. അന്ന് തുടങ്ങിയ കളി, അന്നത്തെ കുട്ടികൾ കളിക്കാരെ ഒന്ന് കോലത്തുംകുളത്തിലയത്തെ, കോലത്തുംകുളത്തിലെ കുഞ്ഞു മുഹമ്മദ്, കാപ്പങ്ങൽ അബു, നീര നെച്ചിത്തോടി ഉസ്മാന്, അങ്ങനെ കുണ്ടപ്പാടം മുഹമ്മദ്, ഏതാണ്ട് ആൾക്കാരൊക്കെ മരിച്ചുപോയി. ഞങ്ങൾ അങ്ങനെ ഒരുപാട്, നമ്മളെ ഏറ്റവും വലിയ കളിക്കാരനും അന്നത്തെ ഫുട്ബോളിൻ്റെ ഒരു ഇതിഹാസവുമായിരുന്നു പുത്തമ്പരിയിലെ അബുവാജി. അന്ന് അബുവായിരുന്നു, അബ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് എല്ലാവർക്കും മഴയത്ത് പോലും വെയിലത്ത് പോലും കളിയുടെ ഒരു ആരവത്തിലാണ് ആ ചെറുപ്പം കഴിഞ്ഞു വരുന്നത്. അതൊക്കെ ഇന്നിൻ്റെ അനുഭവം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഗ്രൗണ്ടിൻ്റെ എല്ലാ സൗകര്യം കൊണ്ട്, പക്ഷെ അന്നൊന്നും ഇല്ലാതെ എങ്കിലും ഞങ്ങൾ ആരവത്തോടെ സന്തോഷത്തോടെ കളിച്ചിരുന്നു. അങ്ങനെ പല ഭാഗങ്ങളിലും ഞങ്ങൾ ഫുട്ബോൾ കളിക്ക് മത്സരത്തിന് പോയിട്ടുണ്ട്. അങ്ങനെ ഒക്കെ ഉള്ള കാലത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ മേക്കുളം ഇങ്ങനെ ഗ്രൗണ്ട് വന്നു. പിന്നെ പൂരോണക്കുന്നത്ത് ഗ്രൗണ്ട് വന്നു. പിന്നെ പല ഭാഗങ്ങളിലും ഗ്രൗണ്ട് ഉണ്ടാക്കി പല ഭാഗത്തും കളിയൊക്കെ തുടങ്ങി. അങ്ങനെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഏതാണ്ട് പിന്നെ സ്കൂളിൽ നിന്നൊക്കെ വിരമിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പള്ളി ദർസിൽ പോയി കുറച്ചു കാലം. നമ്മുടെ മുഹമ്മദ് മുസ്ലിയർ ഉണ്ടായിരുന്നു. അന്ന് പല വർഷം അന്ന് ഏതാണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദർസായിരുന്നു ആ കാലഘട്ടത്തിൽ. നമ്മൾ പള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ മൂല്യർ മരിച്ചുപോയ മുഹമ്മദ് മുസ്ലിയർ അന്ന് സമസ്തയിലൊരു അംഗമായിരുന്നു മൂപ്പര്. അങ്ങനെ 70-90ഓളം കുട്ടികൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ലക്ഷദ്വീപിൽ നിന്ന് പഠിക്കാൻ ആൾ വന്നിരുന്നു, വിദ്യാർത്ഥികളെ, പണ്ഡിതന്മാരെ. ഇന്തോനേഷ്യയിൽ നിന്നുണ്ടായിരുന്നു, അത് അന്തമാനിൽ നിന്നുണ്ടായിരുന്നു. നമ്മുടെ നാട് അറിയപ്പെടുന്ന ഒരു ദീനീ നാടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അഭിമാനം നൽകുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്നത്തെ കാലത്ത് പിന്നെ മറ്റൊരു ഗൾഫ് എന്ന് പറയാം നമ്മുടെ ആൾക്കാർ ടണൽ വർക്ക്, അതായത് പ്രോജക്റ്റിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമുക്കുണ്ടായിരുന്നു. വെള്ളാപ്പള്ളി മൊയ്തുട്ടിയാക്ക, പിന്നെ അങ്ങനെ വെള്ളാപ്പള്ളി മൊയ്തുട്ടിയാക്ക, പിന്നെ വടക്കേ വീട്ടിലെ മഹമ്മാജി,
കല്ലുപാലത്തിങ്ങൽ അബു, പിന്നെ അരിപ്പൻ അസൈനാരെ, ഇട്ടേക്കോടൻ സെയ്താലി, ഇട്ടേക്കോടൻ വാപ്പു, കരിമ്പന സെയ്താലി, പന്തലാൻ ഹംസ, പാലൂരുണ്ണിയമ്മു, അങ്ങനെ പിടിച്ചിട്ട് ഒരുപാട് ഏതാനും വീടുകളിൽ നിന്നുള്ള കാരണന്മാരൊക്കെ ആ കാലഘട്ടത്തിൽ ഈ പ്രോജക്റ്റ് പണി ടണൽ വർക്കിന് പോയിരുന്നു. അങ്ങനെ 1963 എൻ്റെ അമ്മോൻ പട്ടിക്കാടാണ്, മൂപ്പര് ഹൈദരാബാദ് ഒരു ടണൽ വർക്കിൽ, അതായത് നാഗർജുന സാഗർ ഡാം സൈറ്റിൽ ഒരു ഫോർമാൻ ആയിരുന്നു. ഒരു പട്ടേൽ എഞ്ചിനീയറിംഗ് കമ്പനി എന്നൊരു കമ്പനിയിൽ ഫോർമാൻ ആയിരുന്നു. ആ നിലയ്ക്ക് ഇവിടെ പഠിപ്പ് പള്ളിയിൽ നിന്നൊക്കെ മതിയാക്കി, ദാരിദ്ര്യം കഷ്ടപ്പാട്. അതിൻ്റെ ഇടയിൽ വാപ്പ മരിച്ചു. വാപ്പ മരിച്ചത് സംഭവമാണ്. അന്ന് കുഞ്ഞാലിഹാജി മുക്കാട്ടെ, അബ്ദുൽ ഖാദർ കാക്ക, പിന്നെ പുത്തമ്പരക്കലെ കുഞ്ഞാലിനാജി, മുക്കാട്ടെ കുഞ്ഞാലിനാജി, ഇവർക്കൊക്കെ കാപ്പിൽ പുത്തമ്പരിക്കാരെ പീടികയിൽ ഒരു കച്ചവടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വാപ്പാക്ക് വലിയ അത്യാസന്നയിൽ വാപ്പ അങ്ങനെ രോഗത്തിൽപ്പെട്ട്, അങ്ങനെ അവരെല്ലാം കൂടി പിരിവെടുത്തിട്ട് ചേലേക്കോട് മുഹമ്മദ് കാക്ക എൻ്റെ വാപ്പാനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി 2-ാം ദിവസം വാപ്പ അവിടെ നിന്ന് മരിച്ചു. ആ സമയത്ത് അന്ന് കരുവാത്ത ഏനു ഡോക്ടർ അവിടെ ജോലിയായിട്ടില്ല, മുമ്പ് പ്രാക്ടീസ് ചെയ്യായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. 1962 അങ്ങനെ അപ്പോൾ തിരിച്ച് വാപ്പാൻ്റെ മൃതദേഹം തിരിച്ച് ഇങ്ങോട്ട് മയ്യത്ത് കൊണ്ടുവരാനും വകയില്ലാത്തൊരു കാലത്ത് അങ്ങനെ ഏനു ഡോക്ടർ ആ മയ്യത്ത് ഏറ്റെടുത്തു. ചേലേക്കോറിനോട് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളിയും, ബാക്കി കൈകാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഏനു ഡോക്ടറാണ് അന്ന് ആ മയ്യത്ത് മറവ് ചെയ്യാൻ വേണ്ട സൗകര്യങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തത്. അൽഹംദുലില്ലാ അതൊക്കെ പറഞ്ഞാൽ അതൊക്കെ അങ്ങനെ വാപ്പ മരിച്ചത്. അങ്ങനെ ഇരുന്ന് ഇവിടെ പള്ളിക്കെന്ന് എന്തേട്ടി അമ്മോനെ ഈ ടണൽ വർക്കായപ്പോൾ അമ്മാമൻ എന്നെ ഹൈദരാബാദ് നാഗർജുന സാഗർ അമ്മമ്മനവിടെ ഫോർമാനായിരുന്നു. ഞാൻ ഇവിടെ മൂല്യരോട് ചോദിച്ചു. അങ്ങനെ മൂല്യർ മുഹമ്മദ് സുലിയർ 1 കൊല്ലത്തിന് എന്നെ പോകാൻ അനുവദിച്ച്, അത് കഴിഞ്ഞാൽ ഞാൻ വിടൂലെന്നും പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോകാൻ അനുവദിച്ച് അവിടെ അങ്ങനെ നേരെ ഹൈദരാബാദിൽ പോയി. ഹൈദരാബാദിൽ ആദ്യമായിട്ട് പോകുമ്പോഴാണ് അങ്ങനെ സ്ട്രീറ്റ് ലൈറ്റുകളും വലിയ വലിയ ബൾബുകളും ഇതൊക്കെ കാണുന്നത്. അതിൻ്റെ മുമ്പ് നമ്മുടെ ഇവിടെ നിന്നൊന്നും ഒന്നും കാണുന്നില്ല. അങ്ങനെ ഹൈദരാബാദിൽ പോയി. അവിടെ ടണൽ വർക്കിൽ ടണലിനുള്ളിൽ കിടക്കാൻ എന്നെ സമ്മതിക്കില്ല, കാരണം ഞാൻ ചെറിയ പ്രായമായിരുന്നു. അങ്ങനെ അമ്മാമൻ അതിൻ്റേതായ സൗകര്യം മൂപ്പര് പവർ ഉപയോഗിച്ച് എനിക്ക് ശമ്പളം തന്നിരുന്നു. അങ്ങനെ 2 കൊല്ലം അവിടെ പണിയെടുത്തു. തിരിച്ചു വന്നപ്പോൾ നമ്മുടെ മുഹമ്മദ് മുസ്ലിയർക്ക് ഞാനൊരു ഷർട്ടും ഒരു തുണിയും സന്തോഷത്തോടെ കൊണ്ടുവന്നതൊക്കെ അതൊക്കെ അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇതേമാതിരി അങ്ങനെ ആ കാലത്ത് നമ്മുടെ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ, ഈ പറയുന്ന ആൾക്കാരൊക്കെ ഈ ടണൽ വർക്കിന് പോയിരുന്നു. പിന്നെ നാഗർജുന സാഗർ, ശ്രീശൈലം, അതുപോലെ പിന്നെ ഒരുപാട് സ്ഥലത്ത് അന്ന് ഇതേമാതിരി ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് ഹൈദരാബാദിൽ നിന്ന് പോകുന്നതിൻ്റെ ശേഷം പിന്നെ ഞാൻ ശ്രീശൈലത്ത് പോയി. അത് കഴിഞ്ഞ് ഡാൻഡേലി പോയി. അത് കഴിഞ്ഞ് സൂപ്പർ പ്രൊജക്റ്റിൽ പോയി. അത് കഴിഞ്ഞ് ഇടുക്കി പോയി. അങ്ങനെ വർഷങ്ങളോളം അവിടെയൊക്കെ പണി ചെയ്ത് അവസാനം ഞാൻ കല്ലുപാലം മേമാലി, ഇട്ടേക്കോടൻ സെയ്താലി, PT വാപ്പുവാജി, പിന്നെ അങ്ങനെ ഇട്ടേക്കോടൻ ബാപ്പു, ഞങ്ങൾ കുറേ ചെറുപ്പക്കാർ ഡാൻഡേലി, തമിഴ്നാട്ടിൽ ശ്രീശൈലം കാളി പ്രോജക്റ്റിൽ ഒരു താപ്പർ ഇന്ത്യ കമ്പനിയിൽ ജോലി ചെയ്ത് നല്ല ശമ്പളങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും ഇതേമാതിരി ടണൽ വർക്കാണ്, പവർ ഹൗസിൽ വെള്ളം കൊണ്ടുപോകേണ്ടിയുള്ള വർക്കാണ്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാദൃശ്യമായി കമ്പനിയുടെ ഏതാണ്ട് 300 ആൾക്കാർ കമ്പനിയിൽ ഞങ്ങൾ ജോലി ചെയ്തിരുന്നു. ഏതാണ്ടൊക്കെ നമ്മുടെ മലയാളക്കാരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സമരം വന്നു. കമ്പനിക്കെതിരെ സമരമായി. സമരം എന്ന് പറഞ്ഞാൽ ഉടനെ കമ്പനി ചർച്ചക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും മുൻകൈയെടുക്കാതെ ഞങ്ങളെയൊക്കെ ജയിലിലാക്കി. ഞങ്ങൾ ഈ 400 ആൾക്കാർ ഡാൻഡേലി ആൾക്കാർ ജയിലിൽ, സെൻട്രൽ ജയിലിൽ ആക്കി. അതിൽ ഏതാണ്ട് 4 മാസം കഴിഞ്ഞു. 4 മാസം ഞങ്ങളൊക്കെ ആ ജയിലിൽ കൂടി. ഭക്ഷണങ്ങൾ ഒരു നേരം ഉച്ചയ്ക്ക് ഏതാണ്ട് 2 സ്പൂൺ ഭക്ഷണം എന്ന് പറയുമ്പോൾ വളരെ കുറച്ച്, രാത്രി ഒരു ചെറിയ കഞ്ഞിയും. അങ്ങനെയായി 4 മാസത്തോളം ജയിലിൽ കഴിഞ്ഞ് ഞങ്ങളൊക്കെ നരകിച്ച് ജീവിക്കുകയാണ്. എങ്കിലും കൂട്ടായിട്ട് സ്കൂളിലൊക്കെ വിരിച്ച്
അങ്ങനെ കിടക്കുമ്പോൾ ഞങ്ങൾ കൂട്ടായിട്ട് വർത്തമാനം പറയാനും തമാശ പറയാനും ചിരിക്കാനൊക്കെ ആസ്വദിക്കാനും ഒക്കെ സൗകര്യം കിട്ടിയത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ KKS തങ്ങളുടെ തങ്ങളെ ഈ വിവരം ഞങ്ങൾ അറിയിച്ചു. കോമുള്ള മൗലിയുടെ വഴി. അതുമാതിരി KKS തങ്ങൾ ആ വിവരം അന്ന് മന്ത്രിയായിരുന്ന CHന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. CH അന്ന് കർണാടക മുഖ്യമന്ത്രിയായിരുന്ന നിജലിംഗപ്പയെ കണ്ടു. നിജലിംഗപ്പ വഴി CH വേണ്ട സൗകര്യം കാര്യങ്ങളൊക്കെ ചെയ്ത് 5-ാം ദിവസം ഞങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങി. അതൊരു സംഭവമായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങി എന്നല്ല, ഞങ്ങൾക്ക് തുടർന്ന് ജോലി തരാനും CH പരിശ്രമിച്ചു. തുടർന്ന് ജോലിയും കിട്ടി. അങ്ങനെ ആ ജോലി ചെയ്ത് പിന്നെയും ജോലി ചെയ്ത് നല്ല ശമ്പളവും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഹജ്ജിന് കെട്ടിയത് 977. അങ്ങനെ ഹജ്ജ് കെട്ടി പാസ്സായി. അങ്ങനെയാണ് പിന്നെ ഗൾഫിൽ പോയത്. ആ ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം ഇപ്പം ഞങ്ങൾക്ക് ഈ മലയാളികൾക്കൊക്കെ അങ്ങനെ ചെറിയ കുറഞ്ഞ ചോറ് വരും. അവിടെ മറ്റ് തെറ്റുകൾക്കും കുറ്റങ്ങൾക്കൊക്കെ ജയിലിൽ കിടക്കുന്നവർക്ക് നല്ല ഭക്ഷണവും നല്ല സൗകര്യങ്ങളൊക്കെ ആയി ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി ഫ്ലൈറ്റും പിടിച്ച് ലൈനിൽ നിൽക്കണം. അങ്ങനെ ഒരു ദിവസം എൻ്റെ മുമ്പിൽ ഒരു കർണാടകക്കാരൻ തന്നെ ഫ്ലൈറ്റ് പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ വിളമ്പിക്കുമ്പോൾ അവനെ കുറച്ച് നല്ലോണം വിളമ്പി കൊടുത്തു. പിന്നെ ചോറ് ഫ്ലൈറ്റ് നീട്ടുന്നത് ഞാനാ. എൻ്റെ പ്ലേറ്റിൽ വളരെ കുറച്ച് ചോറ്. അത് ഞാൻ ചോദ്യം ചെയ്തു, എന്താ മുന്നിൽ പോയാൽ ഒരുപാട് ചോറ് കൊടുത്ത് എനിക്കിത്ര തന്നു എന്ന് ഞാൻ ചോദിച്ചു. ആ ചോദ്യം പോലീസുകാരന് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ അവൻ മറ്റൊരു പോലീസുകാരനെ വിളിച്ചു, എന്നെ കൈപിടിച്ച് അങ്ങനെ നടത്തിച്ചു. കൈപിടിച്ച് കൊണ്ടുപോയി മറ്റൊരു റൂമിലിട്ടു എന്നല്ല, അന്ന് വൈകുന്നേരം എന്നെ ഒരു ഇരുട്ട് റൂമിൽ, അതായത് നമ്മൾ പോലീസുകാരെ ചോദ്യം ചെയ്യാനുള്ള ശിക്ഷയാണ് അത്ര അത്. അന്ന് ഇരുട്ട് റൂമിലിട്ടിട്ട് പിറ്റേന്ന് രാവിലെ വിട്ടു. അപ്പോൾ തന്നെ മറ്റൊരു പോലീസുകാരൻ, നല്ല സൗഹൃദമുള്ള ഒരു പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞു, വെറുതെ നിങ്ങൾ അവിടെ കടന്നാൽ മതി, ഒന്നും ചിന്തിക്കും പിടിക്കൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കടന്നോ, വേറെ രാവിലെ വിടുകയും ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് എനിക്കൊരു രക്ഷ തോന്നി. അല്ലെങ്കിൽ ഞാനും ബേജാറായി ആകെ വിഷമിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇരുട്ട് റൂമിൽ കടന്നു. അതുപോലെ മറ്റൊരു അനുഭവം, കരിമ്പന സൈതാലി ആള് മരിച്ചുപോയി, കാലങ്ങളായി. ഈ ബീഡിയൊക്കെ അന്ന് വലിക്കുന്ന ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ആസ്പത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ലൈനാക്കി കയ്യിനൊക്കെ ആരംഭിച്ചിട്ടാണ് കൊണ്ടുപോക്ക് എല്ലാവരും. അങ്ങനെ ആസ്പത്രിയിൽ കൊണ്ടുപോയപ്പോൾ സൈതാലി അവിടുന്ന് ഒരു ബീഡിക്കുറ്റി റോട്ടിൽ നിന്ന് കാലുകൊണ്ട് പൊക്കിയെടുത്ത് കയ്യിൽ വെച്ചു. ആ ബീഡിക്കുറ്റി കുറച്ച് വലിയ കുറ്റിയായിരുന്നു. അങ്ങനെ ബീഡിക്കുറ്റി അങ്ങനെ റൂമിൽ വന്നതിൻ്റെ ശേഷം ആ ബീഡിക്കുറ്റി കത്തിച്ച് ആ ബീഡിക്കുറ്റി വലിച്ചു എന്നല്ല, നല്ല ലഹരി കുറച്ച് കൂടുതലായി സൈതാലി തലയുറ്റി വീണു. രണ്ടാമതും അവൻ ആസ്പത്രിയിൽ കൊണ്ടുപോയി. അത് മറ്റൊരു അനുഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ കാര്യപട്ടത്തുകാരൻ ഞങ്ങളെ കൂടെ നടന്നിരുന്ന ഒരു CT ഗോപാലൻ ഉണ്ടായിരുന്നു. ഈ ഗോപാലൻ അവിടെ ഇതുപോലെ ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ജയിൽ ജീവിതമൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ ബുദ്ധി മന്ദീഭവിച്ച് പിന്നെ ജയിൽ മോചിതനായി നേരെ അദ്ദേഹം വീട്ടിൽ പോയി ജോലി എടുക്കാൻ നിന്നില്ല. അങ്ങനെ ഏതാനും വർഷങ്ങൾ ആ കിടന്ന് അങ്ങനെ അയാൾ മരിക്കുകയും ചെയ്തു. അങ്ങനെ ജയിലിൽ നിന്നിട്ട് വിട്ടിട്ട് അവിടുന്ന് ഞങ്ങൾ ഹജ്ജിന് പോയി. അങ്ങനെയാണ് പിന്നെ പ്രവാസ ജീവിതം.